ദ വ്യൂവിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ദ വ്യൂവിൽ ഇന്ന് നമ്മുടെ അതിഥിയായി എത്തിയിരിക്കുന്നത് CPIയുടെ മുതിർന്ന നേതാവ് KE ഇസ്മായിലാണ്. അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം. ഇപ്പോൾ CPIയുടെ PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട് CPI കടുത്ത എതിർപ്പുമായി മുന്നോട്ട് പോവുകയാണ്. CPM ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല ഇത്രയധികം ഒരു എതിർപ്പിലേക്ക് കാര്യങ്ങൾ എത്തുമെന്ന്. എങ്ങനെ നോക്കിക്കാണാം അതിനെ? PM ശ്രീ പദ്ധതിയെ സംബന്ധിച്ച് എല്ലാ ഘടകകക്ഷികളെയും ഒരു ഇരുട്ടിലാക്കിക്കൊണ്ടാണ് CPM അത്തരം നിലപാടെടുത്തത്. അതിനോട് ഒരിക്കലും യോജിക്കാൻ കഴിയില്ല. കാരണം അതിന് അടിസ്ഥാനപരമായി തന്നെ അതിനോട് വിയോജിപ്പുള്ളവരാണ് CPIയും CPMും ഇടതുമുന്നണിയിലെ മറ്റ് കക്ഷികളൊക്കെ തന്നെ. കാരണം PM ശ്രീ പദ്ധതിയിലൂടെ സെൻട്രൽ ഗവൺമെൻറ് ആഗ്രഹിക്കുന്നത് ഇവിടെ സംഘപരിവാറിൻ്റെ അജണ്ട നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ദേശീയ വിദ്യാഭ്യാസ നയം എന്നത് ഒരു ഹിന്ദുരാഷ്ട്രവാദം ഫലത്തിൽ അംഗീകരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കരിക്കുലവും വിദ്യാഭ്യാസ പാഠ്യപദ്ധതികളും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പരിപാടിയാണത്. ഇത് അംഗീകരിച്ചാൽ അതും ഫലത്തിൽ അംഗീകരിക്കണം. അതിൻ്റെ ഒന്നാമത്തെ എഗ്രിമെൻ്റ് തന്നെ പാർട്ട് തന്നെ ഇത് നടപ്പിലാക്കണമെന്നുള്ളതാണ്. ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പിലാക്കും എന്നാണ് നമ്മൾ ഈ എഗ്രിമെൻ്റ് MOU ഒപ്പിട്ടതിലെ ആദ്യത്തെ തന്നെ ധാരണ. അപ്പോൾ അതുകൊണ്ട് നടപ്പിലാക്കാതിരിക്കാൻ കഴിയില്ല. ശിവൻകുട്ടി പലതും പറയുന്നുണ്ട് അതൊന്നും നടപ്പിലാക്കാൻ പറ്റില്ല, ഇത് നടപ്പിലാക്കില്ല. അതങ്ങനെ ചെയ്യാൻ കഴിയില്ല. കാരണം ഇത് ഒപ്പിട്ട് കഴിയുകയും ഫണ്ട് വാങ്ങുകയും ചെയ്താൽ നടപ്പിലാക്കാതിരിക്കാൻ നമുക്ക് പറ്റില്ല. അപ്പോൾ ഈ പ്രശ്നത്തെ സംബന്ധിച്ച് വ്യക്തമായ ഒരു കാഴ്ചപ്പാട് തുടക്കം മുതൽക്ക് തന്നെ CPIക്ക് ഉണ്ടായിരുന്നു. ദേശീയ കാഴ്ചപ്പാടുണ്ടായിരുന്നു, സ്റ്റേറ്റിനുണ്ടായിരുന്നു. അപ്പോൾ ഈ വിഷയം വന്നപ്പോൾ ക്യാബിനറ്റിൽ തന്നെ ശക്തിയായിട്ട് നമ്മുടെ CPIയുടെ മന്ത്രിമാർ പറഞ്ഞിരുന്നു. അതുകൊണ്ട് അത് ചർച്ച ചെയ്യാതെ മാറ്റിവെച്ചു. രണ്ടാം പ്രാവശ്യം കൊണ്ടുവന്നപ്പോഴും അത് മാറ്റിവെക്കുകയുണ്ടായത്. അങ്ങനെ മന്ത്രിസഭയിൽ മാറ്റിവെച്ചൊരു വിഷയം, LDFിൽ ചർച്ച ചെയ്യാത്തൊരു വിഷയം എല്ലാ ഘടകകക്ഷികളെയും ഇരുട്ടിൽ നിർത്തിക്കൊണ്ട് ഇങ്ങനൊരു നിലപാടെടുത്തത് വളരെ വളരെ തെറ്റായ ഒരു നടപടിയാണ്. അതിലൊരു വിട്ടുവീഴ്ചയും പാടില്ല എന്ന് തന്നെയാണ് CPIയുടെ അഭിപ്രായം. അതുകൊണ്ട് ശക്തിയായി അതിൻ്റെ പ്രതിഷേധം പാർട്ടിയുടെ അഭിപ്രായം അവരെ അറിയിച്ചു. അവരാ കാര്യത്തിലൊരു ഉറച്ച നിലപാടെടുക്കുന്നില്ല എന്ന് വന്നപ്പോഴാണ് ഇന്നലെ പാർട്ടിയുടെ എക്സിക്യൂട്ടീവ് കൂടി നാളെ കൂടുന്ന മന്ത്രിസഭാ യോഗത്തിൽ പങ്കെടുക്കേണ്ടതെന്ന് തീരുമാനിച്ചു. മുഖ്യമന്ത്രി വിളിച്ചിരുന്നു, മുഖ്യമന്ത്രിയുമായിട്ട് സംസാരിച്ചു. മുഖ്യമന്ത്രിയായി സംസാരിച്ചതിലും ഒരു ധാരണയിൽ എത്തിച്ചേരാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഇപ്പോൾ അത്തരമൊരു കടുത്ത നിലപാടെടുത്തുകൊണ്ട് പാർട്ടി മുന്നോട്ട് പോവുകയാണ്. കേരളത്തിൽ എന്തായാലും ദേശീയ വിദ്യാഭ്യാസ നയവും PMC പദ്ധതിയും നടപ്പിലാക്കാൻ പാടില്ല. ഈ ഗവൺമെൻറ് അത് പിന്തിരിയണം. കാരണം വിദ്യാഭ്യാസ രംഗത്ത് നമ്മുടെ രാജ്യത്ത് ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നൊരു സംസ്ഥാനമാണ് കേരളം. പലവിധ കാരണങ്ങളാലാണെങ്കിലും ഇന്ത്യയിലെ ഏത് സംസ്ഥാനങ്ങളെക്കാൾ മെച്ചപ്പെട്ട വിദ്യാഭ്യാസ സമ്പ്രദായം നിലനിൽക്കുന്ന ഒരു മേഖലയാണ്. ഇവിടെ ഈ പുരാണങ്ങളും ഇതിഹാസങ്ങളും ആചാരാനുഷ്ഠാനങ്ങളും ഇളം തലമുറകളിൽ അടിച്ചേൽപ്പിച്ചുകൊണ്ട് ഒരു ഹിന്ദുരാഷ്ട്രവാദത്തിൻ്റെ സന്തതികളായി മാറ്റുന്നതിന് വേണ്ടി ഈ സംഘപരിവാറിൻ്റെ ഒരു സൃഷ്ടികളായി ഈ കുട്ടികളെ സൃഷ്ടിക്കുന്നതിന് വേണ്ടിയുള്ള പദ്ധതി അംഗീകരിക്കാനേ പറ്റില്ല. മറ്റൊന്ന് LDFിലെ ഒരു പ്രബല പാർട്ടിയാണ് CPI. അപ്പോൾ പണ്ട് നമുക്കറിയാം വെളിയം ഭാർഗവൻ്റെയും അതോടൊപ്പം തന്നെ CK ചന്ദ്രപ്പൻ്റെയൊക്കെ കാലഘട്ടത്തിൽ ഒരു ഇത്തരത്തിലുള്ള സർക്കാർ എടുക്കുന്ന പദ്ധതികളിലോ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളിലോ ഒക്കെ വലിയ എതിർപ്പുകൾ ഉണ്ടാകുമ്പോൾ അതിനെ കൃത്യമായ രീതിയിൽ അതിന് പരിഹാരം അല്ലെങ്കിൽ കൂട്ടായി ചർച്ച ചെയ്ത് തീരുമാനിക്കുന്നൊരു പതിവുണ്ടായിരുന്നു. ഇപ്പോൾ ഇത് ഈ മന്ത്രിസഭയെ യോഗത്തിൽ പോലും അറിയിക്കുന്നില്ല, CPI മന്ത്രിമാർ പോലും അറിയുന്നില്ല. അങ്ങനെയുള്ള ഒരു അവസ്ഥയിലേക്ക് പാർട്ടി ദുർബലപ്പെടുന്നത് എന്തുകൊണ്ടായിരിക്കും? പാർട്ടി ദുർബലപ്പെട്ടിട്ടൊന്നുമില്ല. CPM ഇത്തരം ഒരു നിലപാടെടുത്തു എന്തുകൊണ്ടാണ് എനിക്ക് മനസ്സിലാകുന്നില്ല. ഇപ്പോൾ PKV സെക്രട്ടറി ആയിരിക്കുമ്പോഴും വെളിയം ഭാർഗവൻ സെക്രട്ടറി ആയിരിക്കുമ്പോഴും ഞാൻ അവരോടൊപ്പം ഉണ്ടായിരുന്നു, വൈസ് സെക്രട്ടറി ആയിട്ടുണ്ടായിരുന്നു. ചന്ദ്രപ്പൻ സെക്രട്ടറി ആയിരിക്കുമ്പോഴും LDFിൽ ചന്ദ്രപ്പനോടൊപ്പം പങ്കെടുക്കുന്ന ഒരാളായിരുന്നു ഞാൻ. LDFിൽ ചർച്ച ചെയ്യാതെ CPI CPM തമ്മിൽ ചർച്ച ചെയ്യാതെ ഒരു പ്രശ്നങ്ങൾ നടപ്പിലാക്കാവുന്ന ഒരവസ്ഥ അന്നുണ്ടായിട്ടില്ല. ഏതെങ്കിലും പ്രശ്നങ്ങൾ അങ്ങനെ ഉണ്ടായാൽ ഗൗരവമായി അത് LDFിൽ ചർച്ച ചെയ്യും, അതിൽ പരിഹാരം ഉണ്ടാക്കാൻ ഞങ്ങൾ ശ്രമിക്കുകയും ചെയ്യും. പഴയ കാലത്താണെങ്കിൽ BB ജോൺ ഉണ്ടായിരുന്നു, ചന്ദ്രചൂഡ് ഉണ്ടായിരുന്നു, പിന്നെ പാർട്ടിയുടെ സമുന്നതരായ നേതാക്കന്മാർ RSPയുടെയും അതുപോലെ തന്നെ CPIയുടെയും CPMൻ്റെയും ഒക്കെ ഉണ്ടായിരുന്നു. അന്നൊക്കെ എല്ലാ വിഷയങ്ങളും സജീവമായി ചർച്ച ചെയ്തുകൊണ്ടാണ് തീരുമാനം ഉണ്ടാക്കിയിട്ടുള്ളത്.
ഇപ്പോൾ എന്താണ് ഇങ്ങനെ സംഭവിച്ചത് മനസ്സിലാവില്ല. CPI ഒക്കെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ കഴിയുമെന്ന തെറ്റായ ധാരണയാണോ CPM ഉള്ളത് എനിക്കറിയില്ല. എന്തായാലും ഇതിലൊരു വിട്ടുവീഴ്ചയും ചെയ്യാൻ കഴിയില്ല. അങ്ങനെ ഒരു നിലപാടിൽ നിന്ന് ഒരു മാറ്റം CPIക്ക് സാധ്യമല്ല. ഇപ്പോൾ ഈ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞത് ഇത് ജീവിച്ചിരിപ്പുണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ശ്രമമാണ് ഇപ്പോൾ CPI നടത്തുന്നതെന്നാണ് പറയുന്നത്. അദ്ദേഹം ഇപ്പോൾ വലിയ ആളാണ് CPM-ൻ്റെ. അദ്ദേഹം ഈ പറഞ്ഞതുപോലെ അയ്യപ്പ സംഗമത്തിലൊക്കെ പിണറായി വിജയൻ്റെ ഒപ്പം കാറിൽ കയറി വരികയും പിണറായി വിജയൻ ഒരു ഭക്തനാണെന്ന് പറയുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതോടൊപ്പം തന്നെ കെ സുരേന്ദ്രൻ പറഞ്ഞത് ഇത് കുരയ്ക്കുകയുള്ളൂ, കടിക്കുകയില്ല എന്ന രീതിയിൽ പറയുന്നു. അപ്പോൾ അത്തരത്തിൽ പാർട്ടിക്ക് അപജയം സംഭവിച്ചു എന്ന് പറയേണ്ടി വരില്ലേ? CPIക്ക് അങ്ങനെ ഒരു അപജയമൊന്നും സംഭവിച്ചിട്ടില്ല. ഇത്തരം സന്ദർഭങ്ങളിലൊക്കെ അവധാനപൂർവ്വം എടുക്കേണ്ട നിലപാടുകൾ തന്നെ CPI എടുക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഞാനിപ്പോൾ അതിൻ്റെ ഉന്നതമായ ബോഡിയിലൊന്നും ഇല്ലാത്തൊരു സാധാ മെമ്പറായതുകൊണ്ട് എനിക്ക് പറയാൻ കഴിയില്ല. പക്ഷെ എന്നാലും കഴിഞ്ഞ കാലത്തെയും ഇതുവരെയുള്ള നിലപാടുകളുടെയും അടിസ്ഥാനത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരു പതർച്ചയുമില്ലാതെ തന്നെ മുന്നോട്ട് പോകും. ഇതൊന്നും അതിജീവിക്കാൻ ഈ പാർട്ടിക്ക് സാധിക്കുമെന്ന് തന്നെയാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഇതിൽ നിന്നൊരു വിട്ടുവീഴ്ച ഇക്കാര്യത്തിൽ ഉണ്ടാവില്ല. താങ്കൾ എനിക്കറിയാം ഏറെ വർഷക്കാലമായി CPIയുടെ ഒരു മുതിർന്ന നേതാവാണ്. അതോടൊപ്പം തന്നെ ഫോറങ്ങളിലൊക്കെ കൃത്യമായ എതിർപ്പുകൾ വളരെ ആർജവത്തോടു കൂടി പറയുന്ന ഒരു നേതാവ് കൂടിയാണ്, പരിചയസമ്പന്നനാണ്. അതോടൊപ്പം തന്നെ ഒരുപാട് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളൊരു നേതാവാണ്. പക്ഷേ പാർട്ടിയിൽ ആ രീതിയിലുള്ള സ്ഥാനമാനങ്ങൾ ലഭിക്കാത്ത നിരാശയുണ്ടോ? ഒരു നിരാശ എനിക്കില്ല. എനിക്ക് എല്ലാ സ്ഥാനമാനങ്ങളും ലഭിച്ചിട്ടുണ്ട്. പാർട്ടിയിലെ എല്ലാ സ്ഥാനമാനങ്ങളും ലഭിച്ച ഒരാളാണ് ഞാനൊരു ശരാശരി മനുഷ്യൻ എന്നുള്ള നിലയിൽ അർഹിക്കുന്നതിനേക്കാൾ വലിയ അംഗീകാരം ഈ പാർട്ടി എനിക്ക് തന്നിട്ടുണ്ട്. ഞാൻ 10-15 കൊല്ലം MLA ആയിരുന്നു, 5 കൊല്ലം മന്ത്രിയായി, 10-25 കൊല്ലക്കാലം ഈ തിരുവനന്തപുരത്ത് സംസ്ഥാന പാർട്ടിയുടെ നേതൃത്വ പദവി അലങ്കരിച്ചിട്ടുണ്ട്. സംസ്ഥാന സെക്രട്ടറി ആയിട്ടില്ലെങ്കിലും അസിസ്റ്റൻറ്റ് സെക്രട്ടറി ആയിട്ടും സംഘടനാ ചുമതലയെടുത്തുകൊണ്ട് പ്രധാനപ്പെട്ട പാർട്ടി നേതാക്കന്മാരോടൊപ്പം തന്നെ ഈ സംസ്ഥാനത്തുണ്ടായിരുന്നു. 6 കൊല്ലം ഞാൻ രാജ്യസഭയിൽ പാർലമെൻറ്റ് മെമ്പറായിട്ടുണ്ടായിരുന്നു. അനുസരിച്ച വിദ്യാഭ്യാസ യോഗ്യതയും കഴിവും ഒക്കെ ഉണ്ടെന്ന് ഞാൻ ധരിച്ചിട്ടില്ല. അപ്പോൾ എന്നിലുള്ള വിശ്വാസമാണ് ഈ പാർട്ടി എന്നെ ഇതെല്ലാം ഏൽപ്പിച്ചത്. KPAC തകർന്നടിഞ്ഞൊരു കാലത്ത് അതിൻ്റെ ചുമതല എന്നെ ഏൽപ്പിച്ചു. ഞാൻ പരിപൂർണമായും അതിൻ്റെ ബാലാരിഷ്ടത മുഴുവൻ തീർത്ത് ആവശ്യമായ സാമ്പത്തിക ഭദ്രത ഉണ്ടാക്കി 2-2.5 കോടി ഉറുപ്പിക മിച്ചമുണ്ടാക്കി നല്ല ഒന്നാന്തര ഒരു കെട്ടിടമുണ്ടാക്കി എല്ലാം പൂർത്തിയാക്കി 15 കൊല്ലം അതിൻ്റെ ചുമതലയെടുത്തുകൊണ്ടാണ് ഞാൻ അതിൽ നിന്ന് ഒഴിവായതാണ്. ജനയുഗം പൂട്ടിക്കിടന്നപ്പോൾ ജനയുഗം നടത്തുന്നതിന് വേണ്ടിയിട്ട് ഇതൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. എന്നോടുള്ള പാർട്ടിയുടെ വിശ്വാസമാണ് അത്തരം ചുമതലകൾ എന്നെ ഏൽപ്പിച്ചത്. ഞാനത് പൂർണ്ണമായി നിർവഹിച്ചിട്ടുണ്ട്. പഴയകാലത്തെ പാർട്ടി നേതാക്കന്മാർക്കൊക്കെ അത് ബോധ്യമാണ്. ഈ 2013 കാനം രാജേന്ദ്രൻ സെക്രട്ടറി ആകുന്ന ഒരു സന്ദർഭത്തിൽ താങ്കൾ ആ ഒരു സെക്രട്ടറി പദത്തിലേക്ക് എത്തേണ്ട ഒരു സന്ദർഭമായിരുന്നു. പക്ഷേ എന്തോ നിർഭാഗ്യവശാൽ അന്നുണ്ടായ ചില വിഭാഗീയതയുടെ ഭാഗമായി താങ്കൾക്ക് ആ സ്ഥാനത്ത് നിന്ന് മാറേണ്ടി വന്നു എന്ന് പറഞ്ഞാൽ നിഷേധിക്കാൻ കഴിയും? അല്ല, അന്ന് 2 പേരാണ് സഹ്യമായ സമ്മേളനത്തിൽ വന്നത്. ഒന്ന് എൻ്റെ പേരും ഒന്ന് കാനം രാജേന്ദ്രൻ്റെ പേരും. കാനം രാജേന്ദ്രൻ സെക്രട്ടറി ആവുന്നതിന് വേണ്ടി ഒരുപാട് നാളുകളായി പരിശ്രമിക്കുന്നുണ്ട് എന്നുള്ള വിവരം എനിക്കറിയാം. സെക്രട്ടറി ആയില്ലെങ്കിൽ ഒരുപക്ഷെ അദ്ദേഹത്തിന് എന്താ സംഭവിക്കാതെ പറയാൻ കഴിയാത്തൊരവസ്ഥയുണ്ട്. ഞാനത് അങ്ങനെ പ്രതീക്ഷിച്ചിട്ടില്ല. എനിക്കൊരു സെക്രട്ടറി ആവണമെന്നുള്ള മോഹം എനിക്കുണ്ടായിട്ടില്ല. എന്നോട് ഒരുപാട് സഹാക്കൾ പറഞ്ഞിരുന്നു. എന്നാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അതുവരെ ഒരു സെക്രട്ടറിക്ക് വേണ്ടി സംസ്ഥാനാടിസ്ഥാനത്തിൽ ഒരു മത്സരം ഉണ്ടാവുകയോ മത്സരാടിസ്ഥാനത്തിൽ ഒരാളെ തിരഞ്ഞെടുക്കപ്പെടുകയോ ചെയ്തിട്ടുള്ള അനുഭവം അതിനു മുമ്പുണ്ടായിട്ടില്ല. അപ്പോൾ ആദ്യമായിട്ട് അത്തരം ഒരു അനുഭവം ഉണ്ടാകുന്നതിൽ ഞാൻ സാക്ഷിയാവേണ്ടി വന്നു, അല്ലെങ്കിൽ ഞാനതിൻ്റെ ഒരു ഭാഗമാകേണ്ടി വന്നു എന്ന് നാളെ ചരിത്രം രേഖപ്പെടുത്തരുത് എന്ന് എനിക്ക് നിർബന്ധമുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, ഞാൻ മത്സരത്തിനില്ല, ഞാൻ ഒഴിവാകുകയാണെന്ന്. അതാണ് സത്യത്തിൽ അന്നുണ്ടായത്. അതുകൊണ്ട് ഞങ്ങളെല്ലാവരും കൂടി ചേർന്ന് കാനം രാജേന്ദ്രനെ സെക്രട്ടറിയായിട്ട് തിരഞ്ഞെടുത്തു. ഞാൻ മത്സരത്തിനില്ല എന്ന് പറഞ്ഞ് ഒഴിവാകുകയും സെക്രട്ടറിയായി തിരഞ്ഞെടുക്കുകയും ചെയ്ത എന്നെ അടക്കം കൂടി ചേർത്ത് പിടിച്ചുകൊണ്ട് യോജിച്ചൊരു പ്രവർത്തനം ആണ് സാധാരണഗതിയിൽ സഖാക്കളെല്ലാം ആഗ്രഹിക്കുക, ഞാനും ആഗ്രഹിക്കുക. പക്ഷെ അതുണ്ടായില്ല. അതാണ് പിന്നീടുള്ള പ്രശ്നങ്ങൾക്ക് മുഖ്യമായ കാര്യം. അച്ചടക്കമുള്ള ഒരു പാർട്ടി പ്രവർത്തകനായി. അതെ, ഞാൻ അച്ചടക്കമുള്ള ഒരു പാർട്ടി പ്രവർത്തകനായി. ഞാൻ അന്നും പാർട്ടിയുടെ നാഷണൽ എക്സിക്യൂട്ടീവ് മെമ്പറായിരുന്നു, സ്റ്റേറ്റ് എക്സിക്യൂട്ടീവായിരുന്നു, മുഖ്യ ചുമതലയൊക്കെ ഉണ്ടായിരുന്നു. 2022 വരെയും ഞാനത് നിർവഹിച്ചു. അതെ.
മറ്റൊന്ന് ഈ ഇരട്ട പദവി, ഇപ്പോൾ ചിറ്റയം ഗോപകുമാറിനെ പരിശോധിച്ചാൽ ഡെപ്യൂട്ടി സ്പീക്കറാണ്, ഒപ്പം അദ്ദേഹം പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി കൂടിയാണ്. അപ്പോൾ പലപ്പോഴും ഈ രണ്ട് സ്ഥാനങ്ങൾ, പലർക്കും സ്ഥാനമാനങ്ങൾ ലഭിക്കാതിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ രണ്ട് സ്ഥാനങ്ങൾ നൽകുന്നതിനെക്കുറിച്ച് എന്താണ് താങ്കളുടെ അഭിപ്രായം? അല്ല, അത് പാർട്ടി കൂടി ആലോചിച്ച് പരിഹാരം കാണേണ്ടതാണ്. ഇപ്പോൾ സുബാൽ MLA ആണ്, അദ്ദേഹം DC സെക്രട്ടറിയാണ്. അതെ. അതുപോലെ തന്നെ ചിറ്റയം ഗോപകുമാർ DC സെക്രട്ടറിയാണ്, അദ്ദേഹം ഡെപ്യൂട്ടി സ്പീക്കറാണ്. അങ്ങനെ അപൂർവം ചില ആളുകൾക്ക് രണ്ട് സ്ഥാനങ്ങളുണ്ട്. അത് എന്തെങ്കിലും ഒരു പ്രതിവിധി പാർട്ടിക്കകത്തൊരു മറ്റു തരത്തിലുള്ള ചർച്ചകൾ വരാതിരിക്കുന്നതിന് പാർട്ടി സംയോജിതമായി ചർച്ച ചെയ്ത് അതിലൊരു തീരുമാനം ഉണ്ടാക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. മറ്റൊന്ന് ഈ പറഞ്ഞതുപോലെ ഇപ്പം മീനാങ്കൽ കുമാർ അടക്കമുള്ള ഇവിടുത്തെ നേതാക്കളൊക്കെ തന്നെ കോൺഗ്രസിലേക്ക് വരുന്നു. മന്ത്രി GR അനിലിൻ്റെ ഏകപക്ഷീയമായ നിലപാടിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് വരുന്നതെന്നാണ് പറയുന്നത്. കൊല്ലത്തെടുത്ത് പരിശോധിച്ചാലും വിഭാഗീയത നിലനിൽക്കുന്നുണ്ട്, പലർക്കും ശക്തമായ എതിർപ്പുകളുണ്ട്. താങ്കളൊക്കെ സജീവമായി ഉണ്ടായിരുന്ന കാലഘട്ടത്തിലൊക്കെ ഇത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുക ചെയ്യുമായിരുന്നു. പക്ഷേ ഇവർക്ക് പുറത്തേക്ക് പോകേണ്ടി വരുന്ന ആ ഒരു സാഹചര്യത്തെ എങ്ങനെ നോക്കിക്കാണാം? എനിക്കതിൽ വലിയ ദുഃഖമുണ്ട്. ഇങ്ങനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് സഖാക്കൾ പല സ്ഥലത്തും കുഴിഞ്ഞു പോകുന്നു എന്ന് കേൾക്കുന്നതിൽ. അത്തരം സന്ദർഭങ്ങളിലൊക്കെ ഞാനിതിൻ്റെ സംഘടനാ ചുമതലയുണ്ടായിരുന്ന ഒരു കാലത്ത് ഏത് സ്ഥലത്തും ഇത്തരം ഒരു പ്രശ്നം ഉണ്ടായാൽ ഒന്നുകിൽ PKVയോ അല്ലെങ്കിൽ വെളിയം ഭാർഗവനോ ഒക്കെ ഇസ്മയിലെ ഉടനെ അവിടെ പോകണമെന്ന് പറയും. ഞാനവിടെ പോയി നിന്ന് അവരെ വിളിച്ചു കൂട്ടി കണ്ട് പ്രശ്നങ്ങൾ എന്താണെന്ന് പഠിച്ചത് പരിഹരിക്കാൻ പരമാവധി ശ്രമിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ. ലീഡർഷിപ്പ് അത് ചെയ്യേണ്ടതാണ്, പാർട്ടി ലീഡർഷിപ്പാണ് ചെയ്യേണ്ടത്. അവരാണ് പാർട്ടിയുടെ അതോറിറ്റി, അവരത് ചെയ്യണം. അവരെ പോയി എന്താണ് നിങ്ങളുടെ പ്രശ്നങ്ങൾ, എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിൽ നമുക്ക് പരിഹരിക്കാമല്ലോ, എവിടെ പോകുന്നത് നിങ്ങൾ, ഈ പാർട്ടിക്ക് ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാക്കിയിട്ട് നിങ്ങൾ പോകാൻ പാടുണ്ടോ, ഞങ്ങളില്ലേ നിങ്ങളുടെ കൂടെ എന്ന് പറഞ്ഞിട്ട് ധൈര്യം കൊടുത്ത് അവരെ നിർത്തി അവരുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്ത് പരിഹരിക്കാൻ ലീഡർഷിപ്പ് ശ്രമിക്കേണ്ടതാണ്. ആ രീതിയിൽ ചെയ്യാത്തതാണോ എൻ്റെ പ്രശ്നം എനിക്കറിയില്ല. എന്തായാലും അവർ നിസ്സഹായരാണ്, അവരുടെ വഴി നോക്കുകയാണ് ഓരോരുത്തരും. അങ്ങനെ കുറച്ച് പേര് പോയി. പോകുന്നത് എന്തായാലും പാർട്ടിക്ക് ക്ഷീണം തന്നെയാണ്, അതിനൊരു സംശയമൊന്നുമില്ല. പോണവർ പോട്ടെ എന്നൊരു ചിന്താഗതി ഉള്ള അപൂർവം ചില ആളുകളുണ്ടാവും. പക്ഷെ ഞാനത് അംഗീകരിക്കുന്നില്ല. ആര് പോയാലും പാർട്ടിക്ക് അതൊരു ഛേദമാണ്. പാർട്ടിയിൽ നമ്മൾ പുറത്താക്കുന്ന ചില ആളുകളുണ്ട്, പാർട്ടിക്ക് ഒരു കാരണവശാലും നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത ആളുകൾ. പാർട്ടിയിൽ അഴിവ് നടത്തുന്നു, പാർട്ടിയിൽ ചീത്ത സ്വഭാവങ്ങൾ പ്രയോഗിക്കുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്ക് ആളുകൾ വരുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ നേതാക്കന്മാരുടെ പ്രവർത്തകന്മാരുടെ ജീവിത ശൈലികൾ കണ്ടുകൊണ്ട് അനുകരിച്ച് ആകർഷിച്ചു വരുന്നവരുണ്ട്. അവർക്കതിനൊന്നും ഒരു മാതൃകയാകാൻ കഴിയാത്ത രീതിയിൽ വളരെ മോശമായ പെരുമാറ്റം, പ്രവർത്തനങ്ങളിൽ ഇടപെടുക, സ്ത്രീകളോട് പെരുമാറുന്നതിൽ മോശമായിട്ട് പെരുമാറുക, അധികാരം ഉപയോഗിച്ചിട്ട് പണം സമ്പാദിക്കാനുള്ള ശ്രമം ചെയ്യുക, അങ്ങനെയുള്ളതൊക്കെ പാർട്ടിയുടെ ശ്രദ്ധയിൽപ്പെടുമ്പോൾ അത് പരിശോധിച്ച് അത്തരം ആളുകളെ പുറത്താക്കുന്നതിന് ഒരു വിരോധമില്ല. പുറത്താക്കേണ്ടതാണ് അവരെ. അത് പാർട്ടി പുറത്താക്കണം. പാർട്ടിയിൽ നിന്ന് പുറത്തു പോകുന്നത് എന്തുകൊണ്ടാണെന്ന് പരിശോധിക്കുകയും അവർ നിർത്തി അവരുടെ പ്രശ്നങ്ങൾ പഠിച്ച് അവരെ നിലനിർത്താൻ ശ്രമിക്കുകയും ചെയ്യേണ്ടതുണ്ട്. മറ്റൊന്ന് ഈ പറഞ്ഞതുപോലെ ഈ ബിനോയ് വിശ്വമൊക്കെ അദ്ദേഹമൊക്കെ ഈ പറഞ്ഞതുപോലെ പല വിഷയങ്ങളും ബ്രൂവറിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾക്ക് വളരെ ശക്തമായ എതിർപ്പ് മാധ്യമങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കാറുണ്ട്. പക്ഷേ ഈ പറഞ്ഞതുപോലെ മന്ത്രിസഭാ യോഗമൊക്കെ ചേരുമ്പോൾ CPI മന്ത്രിമാർ നിശബ്ദരായി അല്ലെങ്കിൽ ഒരക്ഷരം പോലും പറയാതെ മടങ്ങുന്നൊരു പതിവാണ് കാണുന്നത്. അപ്പോൾ ഈ കേരളീയ പൊതുസമൂഹത്തിന് മുന്നിൽ ഒരു എതിർപ്പ് കാണിക്കുകയും പിണറായി വിജയൻ ഒന്ന് കണ്ണുരുട്ടുമ്പോൾ ഇതെല്ലാം ആവിയായി പോവുകയും ചെയ്യുന്നൊരു സ്ഥിതി ഉണ്ട്. അങ്ങനെയുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അത്യാവശ്യം പറയേണ്ട കാര്യങ്ങളൊക്കെ ക്യാബിനറ്റിൽ മന്ത്രിമാർ പറയുന്നുണ്ടെന്നാണ് എൻ്റെ ബോധ്യം. പിന്നെ ഈ ബ്രൂവറിയുടെ കാര്യത്തിലൊക്കെ ഒരു നിലപാടുണ്ട് പാർട്ടിക്ക്. ഞങ്ങളുടെ ജില്ലയിലാണത്, പാലക്കാട് ജില്ലയിലാണ്. അവിടെ ഈ കുടിവെള്ളത്തിൻ്റെ പ്രശ്നം ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിൽ തന്നെ ഇത് നടപ്പിലാക്കാനാണ് പറഞ്ഞാൽ ഒരു കാരണവശാലും ഞങ്ങൾ സമ്മതിക്കാൻ പോകുന്നില്ല. അവിടുത്തെ ജനങ്ങൾ സമ്മതിക്കില്ല. ഞങ്ങൾ ആ ജനങ്ങളോടൊപ്പം തന്നെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടാവുക. അതൊന്നും സമ്മതിക്കാൻ പോകുന്നില്ല. വ്യവസായം വരേണ്ടത് ആവശ്യമാണ്. വ്യവസായം വരുന്നതിന് വേണ്ടിയിട്ട് ഒരു പ്രദേശത്തെ ജനങ്ങളെ മുഴുവൻ തന്നെ ഒരു പ്രയാസത്തിലാക്കുന്ന ഒരവസ്ഥയുണ്ടല്ലോ. അങ്ങനെ പല അവസ്ഥയുണ്ടായത് ബംഗാളിൽ അത്തരം അനുഭവങ്ങളുണ്ടായിരുന്നു. ജനങ്ങളെ വിശ്വാസത്തിലെടുക്കുകയും ജനങ്ങളുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കുകയും ജനങ്ങളുടെ അനുഭാവവും അനുകൂലവും ഇതിനുണ്ടോ എന്ന് ബോധ്യപ്പെടുത്തുകയൊക്കെ ചെയ്തുകൊണ്ടല്ലാതെ നമ്മളൊരു പ്രവർത്തനങ്ങളിലേക്ക് ഇറങ്ങിയാൽ അത് നമുക്ക് വലിയ തിരിച്ചടിയാണ് ഉണ്ടാവുക. ബ്രൂവറിയുടെ കാര്യത്തിൽ വലിയ ആശങ്ക അവിടുത്തെ ജനങ്ങൾക്കുണ്ട്. ഇതവിടെ വന്നു കഴിഞ്ഞാൽ അവിടെ കൊക്കോ കോള വന്നിരുന്നല്ലോ,
കൊക്കോക്കോളയ്ക്കെതിരായിട്ടുള്ളൊരു സമരം പിന്നെ അവസാനം ജനങ്ങൾ ഒട്ടാകെ ഏറ്റെടുക്കേണ്ടി വന്നു. അതെ, തീർച്ചയായിട്ടും. അങ്ങനെയാണത് അവസാനം പൂട്ടിപ്പോകാൻ ഇടവന്ന് അവർക്ക് നഷ്ടപരിഹാരം കൊടുക്കണം എന്നൊക്കെ തീരുമാനിച്ചത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ്. ആ അവസ്ഥയിലേക്ക് പോകുമോ എന്നൊരു ആശങ്ക. അപ്പോൾ ആ ആശങ്ക ദൂരീകരിക്കണം. ഒരു കാരണവശാലും അതുണ്ടാവില്ല എന്നവർ ബോധ്യപ്പെടുത്തണം. അത് ഞങ്ങൾ ഈ ഗവൺമെൻറ്റാണ് ഗ്യാരണ്ടി എന്ന് ഗവൺമെൻറ് പറയണം. അങ്ങനെ ജനങ്ങൾക്ക് ബോധ്യമാകുകയാണെങ്കിൽ തുടങ്ങുന്നതിന് ഒരു വിരോധമില്ല. അത് പാർട്ടി അത് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് പാർട്ടി ജനങ്ങളോടൊപ്പമാണ് ഈ വിഷയത്തിലുള്ളത്. മറ്റൊന്ന്, ഈ പറഞ്ഞതുപോലെ UDF-ൽ ഉണ്ടായിരുന്ന സമയത്ത് മുഖ്യമന്ത്രി സ്ഥാനം വരെ അലങ്കരിച്ചിരുന്നൊരു പാർട്ടിയാണ് CPI. പക്ഷേ LDF-ൽ വരുമ്പോൾ സ്ഥിതി മാറുകയാണ്. ഞങ്ങളൊരു രണ്ടാം തരമെന്ന് സ്വയം തോന്നുന്ന രീതിയിലാണ് പ്രവർത്തനങ്ങൾ പോലും. ഇപ്പോൾ നമുക്കറിയാം UDF-ൽ ഇപ്പോൾ ലീഗൊക്കെ ലീഗിൻ്റെയൊക്കെ ഒരു പ്രാധാന്യത്തെക്കുറിച്ച് അറിയാം. അത്തരത്തിൽ ക്ലെയിം ചെയ്ത് വാങ്ങേണ്ട, അതിന് പകരം ഞങ്ങൾക്കുള്ളത് മതിയേ എന്ന രീതി ഞങ്ങളൊരു രണ്ടാം തരമാണെന്നൊരു സ്വയം തോന്നൽ CPI പണ്ടില്ലായിരുന്നു. ഇപ്പോൾ അതൊന്നും ഞങ്ങൾക്കില്ല. പാർട്ടിയെ സംബന്ധിച്ച് ഇന്ത്യൻ രാഷ്ട്രീയ സാഹചര്യത്തിൽ CPM-ഉം CPI-യും ഒക്കെ ഒന്നിച്ച് നിൽക്കുകയല്ലാതെ ഭിന്നിച്ച് പോകേണ്ട ഒരവസ്ഥയില്ല. ഞങ്ങൾ രണ്ട് പാർട്ടികൾ തമ്മിൽ തന്നെ ഒരുപാട് കാര്യങ്ങളിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നത് ലഘൂകരിച്ചില്ലാതായിപ്പോയി. കാലം തന്നെ ഇല്ലാതാക്കിയ പലതും കൂടുതൽ അടുക്കുകയും ഒന്നാവാവുന്നൊരവസ്ഥയിലേക്ക് പോലും ചർച്ചകൾ വളർന്നു വരികയും ചെയ്യുന്നൊരു കാലമാണ്. അതുകൊണ്ട് അവരുമായി തെറ്റിപ്പോകുന്നൊരവസ്ഥയൊന്നുമില്ല. ദേശീയ രാഷ്ട്രീയത്തിലാണെങ്കിൽ ഇന്ത്യ മുന്നണി എന്നുള്ളതിൽ കോൺഗ്രസും ഉണ്ട്. പക്ഷെ ഇവിടെ BJP അല്ല, കോൺഗ്രസ് ആണ് ഇടതുപക്ഷ മുന്നണിയുടെ റിവലായിട്ട് നിൽക്കുന്നത്. അപ്പോൾ ആ കോൺഗ്രസുമായിട്ട് സഹകരിക്കൽ പിന്നെ പ്രായോഗികമല്ല. മറ്റ് സ്റ്റേറ്റുകൾ, ഇപ്പോൾ ബീഹാറിൽ ഞങ്ങൾ അവരുമായിട്ടുണ്ട്. ഞങ്ങൾ അത്ര വലിയ പാർട്ടിയൊന്നുമല്ല. അവിടെ ചെറിയ ധാരണയാണ്. കോൺഗ്രസുമായിട്ടുള്ള ധാരണ അവിടെയുണ്ട്. ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും അതുണ്ട്. പക്ഷെ കേരളത്തിൽ UDF-ഉം LDF-ഉം തമ്മിലുള്ള ആണ് മത്സരം. പിന്നെ UDF-ആയിട്ട് എങ്ങനെയാണ് ഒരു ധാരണ ഉണ്ടാക്കാൻ പറ്റുക? പിന്നെ ആരായിട്ടാണ് മത്സരം? BJP രാജ്യം ഭരിക്കുന്ന പാർട്ടിയാണെങ്കിലും കേരളത്തിലൊരു പ്രശ്നമാണ് തോന്നുന്നില്ല. ചില ആളുകളൊക്കെ BJP-യും LDF-ഉം തമ്മിലാണ് മത്സരം എന്നൊക്കെ പറഞ്ഞു വരുത്താൻ ശ്രമിക്കുന്നുണ്ട്. അത് ഞങ്ങൾ അംഗീകരിക്കുന്നില്ല. ഒരു സീറ്റ് പോലും ജയിക്കാത്ത ഒരു പാർട്ടിയാണ് BJP. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ കുറച്ച് സീറ്റുകൾ ഇവിടെ പല പഞ്ചായത്തുകളിൽ കിട്ടിയിട്ടുണ്ടാവും. അസംബ്ലിയിൽ ഒരു സീറ്റും കിട്ടിയില്ല. ഒരു സീറ്റ് ജയിച്ച് രാജഗോപാലനാണ്. പിറ്റേ പ്രാവശ്യം അത് നമ്മൾ പിടിച്ചെടുക്കുകയും ചെയ്തു. അതുകൊണ്ട് BJP-ക്ക് സീറ്റില്ല. BJP-ക്ക് സീറ്റ് കൊടുക്കാൻ ആരൊക്കെ ശ്രമിക്കുകയാണെങ്കിലും BJP-യെ പരാജയപ്പെടുത്തുക എന്നുള്ളത് ഒരു രാഷ്ട്രീയ ലക്ഷ്യമായി ഇടതുപക്ഷ മുന്നണി, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും അത് ഏറ്റെടുക്കും. പക്ഷേ അത് മുഖ്യമന്ത്രി അല്ലെങ്കിൽ CPM-ലേക്ക് വരുമ്പോൾ അത്തരത്തിൽ അത്ര ശക്തമായി പറയാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. പറയണമല്ലോ, ഇടതുപക്ഷ മുന്നണി എന്നുള്ള നിലയിൽ അത് പറയണം. ഇന്ത്യയെ ഒരു ഫാസിസത്തിലേക്ക് കൊണ്ടുപോവുകയാണ് ഈ BJP. അതിൻ്റെ ദുരന്ത ഫലങ്ങൾ ഓരോ സംസ്ഥാനം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ വോട്ടർ പട്ടികയുടെ കർശനമായ നിലപാടുകൾ കേരളത്തിലും ആരംഭിക്കാൻ പോവുകയാണ്. അവർക്ക് ഇഷ്ടമല്ലാത്തവരെ മുഴുവൻ വോട്ടേഴ്സിൽ നിന്ന് പട്ടികയിൽ നിന്ന് പുറത്താക്കിക്കൊണ്ടിരിക്കുകയാണ്. ബീഹാറിൽ എന്തൊക്കെയല്ല ചെയ്തത്, ഏതൊക്കെ സംസ്ഥാനങ്ങളിലാണ് ചെയ്യുന്നത്. ഇതൊക്കെ മനസ്സിലായിട്ട് പിന്നെയും അവരെ ക്ഷണിച്ചു വരുത്താൻ ആരെങ്കിലും ശ്രമിക്കുന്നതെങ്കിൽ അവരൊക്കെ ഈ രാജ്യത്തിൻ്റെ ശത്രുക്കളാണ്. സത്യത്തിൽ പറഞ്ഞാൽ BJP ഈ രാജ്യത്ത് അവരുടെ മുഖ്യ ശത്രു പറയുന്നത് മുസ്ലിമാണ്, ക്രിസ്ത്യാനിയാണ്, കമ്മ്യൂണിസ്റ്റാണ്. അവരില്ലായ്മ ചെയ്യും. അതിനെന്തും അവർ ചെയ്യാൻ തയ്യാറാണ്. അത് തുടക്കം മുതൽക്ക് 10 കൊല്ലത്തെ അവരുടെ ഭരണ കാലഘട്ടങ്ങളിൽ തുടങ്ങിയതാണ്. ഇപ്പോൾ വീണ്ടും അധികാരത്തിൽ വന്നപ്പോൾ പ്രകടമായി ഹിന്ദുരാഷ്ട്രം എന്നുള്ള അജണ്ട വെച്ച് അതിനു വേണ്ടിയുള്ള പരിശ്രമങ്ങൾ അവർ ആരംഭിച്ചു തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ അപകടം നമ്മൾ കണ്ടില്ല എങ്കിൽ ഇവിടെ ഇനി ജനാധിപത്യവുമില്ല, തെരഞ്ഞെടുപ്പുമില്ല, വോട്ടവകാശമില്ല, ഒന്നുമില്ലാത്തൊരവസ്ഥയിലേക്ക് ഇന്ത്യയിലേക്ക് കൊണ്ടുപോകും. ഈ CPM-ന്റെ ഒരു അവസ്ഥ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ജനറൽ സെക്രട്ടറിക്ക് പോലും വോയിസ് ഇല്ലാത്തൊരു അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ്. കാരണം ഈ പറഞ്ഞതുപോലെ ED-യെ ഭയക്കുന്ന ഒരു മുഖ്യമന്ത്രി, അതുകൂടാതെ തന്നെ പാർട്ടി മുൻ വിദ്യാഭ്യാസ മന്ത്രി കൂടിയായിരുന്നു ശ്രീ MA ബേബി. അദ്ദേഹത്തിന് ദേശീയ വിദ്യാഭ്യാസ നയവുമായി ഇത് നടപ്പാക്കുന്നത് സംബന്ധിച്ചുള്ള ഭവിഷ്യത്തുകളെക്കുറിച്ച് വളരെ നന്നായി അറിയാം. അദ്ദേഹം അത് പറയുകയും ചെയ്തു. പക്ഷേ അദ്ദേഹം പോലും അറിയാത്ത വിധത്തിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുന്നു. ഒരു പിണറായിസത്തിലേക്ക് കമ്മ്യൂണിസം മാറുന്നു എന്ന് പറയുമ്പോൾ അതൊരു അപജയമല്ലേ? അങ്ങനെയൊക്കെ ഈ പത്രമാധ്യമങ്ങൾ പ്രചരിപ്പിച്ചു കൊണ്ടുവരുന്നതാണ്. അതിലൊന്നും ഒരു വസ്തുതയുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു പ്രഗത്ഭനായിട്ടുള്ള നേതാവാണ്. 2 പ്രാവശ്യം ഈ മുന്നണി അധികാരത്തിൽ വരുന്നതിൽ നായകത്വം വഹിച്ചുകൊണ്ടുള്ള പ്രവർത്തനത്തിൽ ഒരു നല്ല പങ്ക് വഹിച്ചിട്ടുള്ള അദ്ദേഹം. പക്ഷേ ഈ മുന്നണി ഒരു ബദൽ രാഷ്ട്രീയമാണ് കേരളത്തിൽ നടപ്പിലാക്കിയത്. അതിൻ്റെ നേതാവായിരുന്നു. അതിൽ പ്രധാനമായും ഈ രാജ്യത്തെ സംസ്ഥാനത്തെ മുഴുവൻ ജനങ്ങളെയും ഒപ്പം നിർത്തുക എന്നുള്ള ഒരു രാഷ്ട്രീയം അതിലുണ്ടായിരുന്നു.
കേന്ദ്ര ഗവൺമെൻറ് 18 അടവും പയറ്റിയിട്ടുണ്ട് ഈ ഗവൺമെൻറ്റിനെ പരാജയപ്പെടുത്താൻ. അതെ. ഒരു നയാ പൈസ നമുക്ക് തരേണ്ട സന്ദർഭങ്ങളിൽ ഒന്നും തരുന്നില്ല. നമ്മൾ വല്ലാതെ പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട്. എന്നിട്ട് നമ്മളൊന്നും പ്രതിസന്ധിയിലായിട്ടില്ലല്ലോ. ഒരു കാര്യവും അതിൻ്റെ പേരിൽ വിട്ടുവീഴ്ചകൾ ഉണ്ടായിട്ടില്ലല്ലോ. എല്ലാം നിർവഹിക്കപ്പെടുന്നുണ്ട്. ചിലപ്പോൾ സമയങ്ങൾ വരുന്നുണ്ട്. വലിയ ദൂർത്തുമാണ്. ദൂർത്ത് 2 വണ്ടി വാങ്ങി അല്ലെങ്കിൽ ഒരു 4 വേറെ എന്തെങ്കിലും സാധനം വാങ്ങി അതൊന്നും വലിയ രാജ്യത്ത് ദൂർത്തൊന്നുമല്ല. അത്യാവശ്യങ്ങൾക്ക് വേണ്ടതൊക്കെ ചെയ്യണം. ആഗോള അയ്യപ്പ സംഗമമൊക്കെ കൊട്ടിക്കൊഴിച്ച് 8 കോടി രൂപ അതിനൊന്നും ഒരു തെറ്റാണെന്ന് ഞാൻ പറയുന്നില്ല. അയ്യപ്പ സംഗമം നടക്കേണ്ടി വരും. ഇനി വേറെ എന്തെങ്കിലും സംഗമം ഉണ്ടെങ്കിൽ അതും നടക്കേണ്ടി വരും. അതൊക്കെ മനുഷ്യരുടെ വികാരമല്ലേ? അതൊക്കെ ഘടകകക്ഷികളോട് ഇപ്പൊ UDFന്റെ ഒരു സമീപനം, ഇപ്പൊ ഈ RSP എന്ന് പറയുന്ന പാർട്ടി UDF വന്നുകൊണ്ട് അതിന്റെ ഐഡന്റിറ്റി ഉണ്ടായി, അല്ലെങ്കിൽ അത് നശിച്ചു പോയാണ്. ഇപ്പൊ ഈ പറഞ്ഞ പോലെ CMB UDFൽ വന്ന CMB ഇപ്പോഴും CP ജോണിന്റെ നേതൃത്വത്തിൽ സീറ്റുകളില്ലെങ്കിൽ പോലും അദ്ദേഹത്തിന് വേണ്ടത്ര സ്ഥാനമാനങ്ങൾ നൽകി ആ രീതിയിൽ കൊണ്ടുപോകുന്നു. പക്ഷേ ഇതിൽ വന്ന LDFൽ വന്ന CMB ആകട്ടെ അരവിന്ദാക്ഷം വിഭാഗത്തിൽ അവിടെ ചവറയിൽ സീറ്റ് വരെ ലഭിച്ചതാണ്. പക്ഷേ അത് CPMൽ ലയിപ്പിച്ചു. അതുപോലെ ഓരോന്നെടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ ഇപ്പം ഈ പറഞ്ഞ പോലെ ഘടകകക്ഷികൾക്ക് ഇപ്പം CPI സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ജോസ് കെ മാണിക്ക് കൊടുക്കുന്ന ഒരു പ്രാധാന്യം പോലും CPIക്ക് നൽകുന്നില്ല എന്ന് തന്നെ പറയാം. അതൊക്കെ നിങ്ങൾ പ്രചരിപ്പിക്കുന്നതാണ്, ഞങ്ങളെ അംഗീകരിക്കുന്നില്ല. CPIക്ക് CPIയുടേതായിട്ടുള്ള പ്രാധാന്യമുണ്ട്. അങ്ങനെ അറിയിക്കുന്ന പ്രാധാന്യം നൽകാത്ത ഒരു നിലപാട് ആര് സ്വീകരിച്ചാലും ഞങ്ങളത് അംഗീകരിക്കാനും പോകുന്നില്ല. അതുകൊണ്ട് ഞങ്ങളുടെ ആത്മാഭിമാനം ഉയർത്തിപ്പിടിച്ച് മുന്നോട്ട് പോകാൻ ഇതുവരെ ഈ പാർട്ടി ശ്രമിക്കുകയും ചെയ്യും. അതിൽ മുഖ്യമന്ത്രി ആയാലും ശരി, CPM ആയാലും ശരി, ആരാണെങ്കിലും ശരി, ഞങ്ങളുടെ നിലപാട് ഞങ്ങൾ എന്നും ബോധ്യപ്പെടുത്തിയിട്ടുള്ളതാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ അവഗണിക്കുകയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ഇല്ലായ്മ ചെയ്യുകയും ചെയ്തുകൊണ്ട് ഇവിടെ മുന്നോട്ട് പോകാനൊന്നും ആർക്കും കഴിയില്ല. അതൊക്കെ ചരിത്രാനുഭവങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. 57 കേരളപ്പിറവിക്ക് ശേഷമുള്ള ഈ ഗവൺമെൻറ്റിൽ CPI കൂടി ഇല്ലാത്ത ഒരു CPMൻ്റെ ഗവൺമെൻറ് ഉണ്ടായിട്ടില്ല. ഏതെങ്കിലും കാലത്തുണ്ടായിട്ട് ഞങ്ങൾ ഒരുപാട് കാലം ഭരിച്ചിട്ടുണ്ട്. കോൺഗ്രസിൻ്റെ കൂടെ ഒക്കെ ബന്ധങ്ങൾ ഉണ്ടാക്കിയിട്ട് ഭരിച്ചിട്ടുണ്ട്. പക്ഷേ അന്നൊക്കെ പുറത്ത് നിൽക്കുകയാണ്. CPI എപ്പോൾ ഇതിൻ്റെ കൂടെ കൂടിയിട്ടുണ്ട് അന്ന് മുതൽക്ക് ഈ ഗവൺമെൻറ് ഉണ്ടായിട്ടുള്ളൂ. അതുകൊണ്ട് CPI അങ്ങനെ അവഗണിക്കാനൊന്നും പറ്റില്ല. അതുകൊണ്ട് CPI എങ്ങനെയെങ്കിലും ഒതുക്കി കളയാമെന്ന് ആരെങ്കിലും ധരിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ഒരു പാഴ്വേലയാണെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. മറ്റൊന്ന് ഈ ശബരിമല, നമുക്കറിയാം കേരള പൊതുസമൂഹത്തെ സംബന്ധിച്ചിടത്തോളം, വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു വികാരമാണ് ശബരിമല എന്ന് പറയുന്നത്. അപ്പോൾ അത് ജാതിമത ഭേദമന്യേ എല്ലാവരും തന്നെ അവിടേക്ക് വരികയും അത് ഒരു പ്രത്യേകതരം ഇതാണ്. അവിടെ ഈ പറഞ്ഞതുപോലെ അവിടുത്തെ പോറ്റി ഇത്തരത്തിൽ വലിയ സ്വർണ്ണ കൊള്ള നടത്തുകയും അതെല്ലാം ഉദ്യോഗസ്ഥരുടെ മേളിൽ ചാരി ഒഴിവാക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ആ ഒരു നടപടി എങ്ങനെ നോക്കിക്കാണാം? ഇപ്പം അതിലെന്ത് പറയുന്നുണ്ടെങ്കിലും സ്വർണ്ണക്കൊള്ള അവിടെ നടന്നിട്ടുണ്ട്. ആ സ്വർണ്ണക്കൊള്ളയുടെ പുറകിൽ ആരൊക്കെ ഉണ്ടോ, ആർക്കൊക്കെ അതിൽ പങ്കുണ്ടോ, അവരെല്ലാവരെയും പുറത്തു കൊണ്ടുവരണം. അത് ഈ നമ്മുടെ സമൂഹത്തിൻ്റെ മുമ്പിൽ മാതൃകാപരമായി അവരെ ശിക്ഷിക്കണം. നാളെ ദൈവത്തിൻ്റെ മുതൽ പോലും കക്കാൻ തോന്നുന്ന ഒരവസ്ഥയിലേക്ക് ഒരുത്തരം ചിന്തിക്കരുത് എന്നുള്ള അവസ്ഥയിലേക്ക് കൊണ്ടുപോകേണ്ടതുണ്ട്. എന്തായാലും സൂക്ഷ്മമായിട്ട് അതിൻ്റെ പഠനങ്ങൾ നടക്കുന്നുണ്ട്, കേസുണ്ട്. ആ കേസിലൂടെ ഇതെല്ലാം പുറത്തു വരും. അതുകൊണ്ട് ഇപ്പോൾ നിഗമനങ്ങളിൽ നിന്ന് മോഹങ്ങളിൽ നിന്ന് നമ്മൾ ഒരു സ്ഥിതിയിൽ എത്തിച്ചേരേണ്ട. ഗവൺമെൻറ്റിൻ്റെ പങ്കുണ്ടോ, അതിൽ ഈ ദേവസ്വം ബോർഡിൻ്റെ പങ്കുണ്ടോ, ഈ പോറ്റിയും അതിനെ പോറ്റിയെ സഹായിച്ചിട്ടുള്ള വേറെ ആരെങ്കിലും ഉണ്ടോ, എല്ലാവരും പുറത്തു കൊണ്ടുവരും. അതുകൊണ്ട് അവരെ മുഴുവൻ ജനമധ്യത്തിൽ ഉയർത്തി കാണിക്കാനും പറ്റും, അവരെ ശിക്ഷിക്കാനും പറ്റും. അതിലൊന്നും ഒരു തെറ്റിദ്ധാരണയും വേണ്ട. അതിൽ ഇടതുപക്ഷ മുന്നണിയോ ഗവൺമെൻറ്റോ ഈ കള്ളന്മാരെ സഹായിക്കുന്ന ഒരു നിലപാടും ഉണ്ടാവില്ല എന്നുള്ള കാര്യത്തിൽ ഉറപ്പ് പറയാൻ പറ്റും എനിക്ക്. മറ്റൊന്ന് ഈ PM ശ്രീയൊക്കെ വന്നതുകൊണ്ട് മുങ്ങിപ്പോയതാണ്. ഈ പറഞ്ഞതുപോലെ ദേവസ്വം ബോർഡോ അല്ലെങ്കിൽ ദേവസ്വം മന്ത്രിയോ ഒക്കെ അറിയാതെ ഇത്തരത്തിലൊരു വലിയ കൊള്ള നടക്കുമെന്ന് തോന്നുന്നില്ല. ആ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന് തന്നെ കാലാവധി നീട്ടിക്കൊടുക്കുകയാണ് സർക്കാർ. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ PM ശ്രീയുടെ ബഹളത്തിനിടയിൽ അത് മുങ്ങിപ്പോയി. ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ കാലാവധി നീട്ടിക്കൊടുക്കാനുള്ള അതിന്റെ തീരുമാനം ആയി വരുന്നു. അത് ഈ ഒരു തിരക്കിൻ്റെ ഇടയിലാണ്. അത് കഴിഞ്ഞാൽ അത് ആലോചിച്ചിട്ടേ ചെയ്യുള്ളൂ. ഇപ്പോൾ അതിൽ ആർക്കൊക്കെ പങ്കുണ്ട് എന്നുള്ളത് എന്തായാലും അവർക്കൊന്നും രക്ഷപ്പെടാൻ പറ്റില്ല. ആരാണെങ്കിലും ആരുണ്ടെങ്കിലും ഏത് പൊന്നുമോനാണെങ്കിലും അവൻ പുറത്തു വരും. അത് ഈ രാജ്യത്ത് ജനങ്ങൾ അവരോട് സഹിക്കാനും പോകുന്നില്ല. മറ്റൊന്ന് ഈ SIR ഇപ്പോൾ നടപ്പാക്കുന്നത് ധൃതി പിടിച്ചിപ്പോൾ കേരളത്തിൽ വേണ്ട എന്ന് പറഞ്ഞിട്ട് പോലും അത് കേൾക്കാതെ ചെയ്യുകയാണ്. രാഹുൽ ഗാന്ധി കൊണ്ടുവന്ന വോട്ട് ചോരിയുമായി ബന്ധപ്പെട്ട് നിരവധി ആരോപണങ്ങൾ നിലനിൽക്കുന്നുണ്ട്. വലിയ ഗൗരവകരമായൊരു വിഷയമാണ്. പലപ്പോഴും ഈ ഇന്ത്യ മുന്നണി എന്ന രീതിയിൽ പറയുമ്പോഴും ഇക്കാര്യത്തിലൊന്നും പിണറായി വിജയനോ അല്ലെങ്കിൽ CPI നേതാക്കളോ ഒന്നും ഒരു അക്ഷരം മിണ്ടുന്നില്ല ഈ വോട്ട് ചോരിയുമായി ബന്ധപ്പെട്ട്. എന്തുകൊണ്ടാണ് അങ്ങനെ? അല്ല, നമ്മുടെ ഒരു നിലപാട്, ഞങ്ങൾ LDFൻ്റെ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്.
പിന്നെ എല്ലാ ദിവസവും അത് പറഞ്ഞു നടക്കേണ്ട കാര്യമില്ലല്ലോ. അവർ നടപ്പാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതാണ് കേന്ദ്ര ഗവൺമെൻറ്. കേന്ദ്ര ഗവൺമെൻറ്റിന് അവരുടേതായ ഒരു സംഘപരിവാർ അജണ്ടയുണ്ട്. ആ അജണ്ട നടപ്പിലാക്കുകയാണ്. എന്തെല്ലാം എതിർപ്പുകളുണ്ടായിട്ട് ബീഹാറിൽ എന്താ ഈ തോന്നിയാസം മുഴുവൻ ചെയ്തത്? സുപ്രീം കോടതി വരെ ഇടപെട്ട് പറഞ്ഞിട്ടും അവരത് മാറ്റുന്നില്ലല്ലോ. അപ്പോൾ കോടതിയെ അടക്കം അവരെ വരുതിയിലാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ഗവൺമെൻറ്. എല്ലാ സ്വതന്ത്രമായി പ്രവർത്തിക്കേണ്ട ഏജൻസികളെയും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കീഴിൽ കൊണ്ടുവരികയാണ്. അങ്ങനെ അവരുടെ ഒരു പിടിമുറുക്കി, അതാണ് പറഞ്ഞത് ഈ ഫാസിസം എന്ന് പറയുന്നത്. ഫാസിസത്തിൻ്റെ ഒരു വരവെന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ്. ജുഡീഷ്യറിയും ഇതുപോലെ സ്വതന്ത്ര ഏജൻസികളും ഇലക്ഷൻ കമ്മീഷനും ഒക്കെ അവരുടെ കൺട്രോൾ വന്നവർ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ പറഞ്ഞുകൊണ്ട് മാറ്റാൻ പറ്റുമോ? ആ കേന്ദ്രത്തിനെതിരായി BJP RSS സംഘപരിവാറിൻ്റെ ഈ നിലപാടുകൾക്കെതിരായ ഒരു പൊതുവികാരം കേരളത്തിൽ, ഇന്ത്യയിൽ രൂപപ്പെട്ടു വരികയാണ് ഈ സമയത്ത് ആവശ്യം. അതിന് അവരെ എതിർക്കുകയും ഈ നിലപാടുകൾ തുടരാൻ പാടില്ല എന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്ന എല്ലാവരുടെയും വിശാലമായ ഐക്യമാണ് ഈ കാലഘട്ടത്തിൽ ആവശ്യം. അതിൽ ഓരോരുത്തരുടെ സ്ഥാപിത താല്പര്യങ്ങൾക്ക് അനുസരിച്ച് വെള്ളം ചേർത്താൻ തീരുമാനിക്കുമ്പോഴാണ് പിന്നെയും അവർ മുന്നോട്ട് പോകുന്നത്. സീറ്റുകളുടെ ചർച്ച വരുമ്പോൾ എനിക്കത്ര വേണം എനിക്കത്ര വേണം പറഞ്ഞാൽ തമ്മിൽ തല്ലും. അവസാനം ഉണ്ടാകുന്നത് അവർക്ക് അനുകൂലമായിട്ടുള്ള ചില നിലപാടുകൾ വെച്ചുകൊണ്ട് വീണ്ടും അവർ അധികാരത്തിൽ വരാനുള്ള, കഴിഞ്ഞ പ്രാവശ്യം വന്ന അങ്ങനെയല്ലേ? എത്ര സംസ്ഥാനങ്ങളിലാണ് BJP അധികാരത്തിൽ വന്നത്? കോൺഗ്രസിൻ്റെ തന്നെ പിടിപ്പുകേട് കൊണ്ട് പല സംസ്ഥാനങ്ങൾ നമ്മുടെ കയ്യിൽ നിന്ന് പോയില്ലേ? അപ്പോൾ അതുകൊണ്ട് വിട്ടുവീഴ്ച ചെയ്യണം. പെരുമാറ്റ മര്യാദകൾ ഉണ്ടാവണം. പാർട്ടിയെക്കുറിച്ച് ധാരണകൾ ഉണ്ടാവണം. അതില്ലാത്തത് കൊണ്ടാണ് പല സംസ്ഥാനങ്ങളിലും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ സംസ്ഥാന തെരഞ്ഞെടുപ്പിൽ BJP അധികാരത്തിൽ വന്നത്. ഇന്ത്യയിൽ അധികാരത്തിൽ വരുന്നത് അങ്ങനെയാണ്. ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷം ജനങ്ങളും മതേതരവാദികളാണ്, ജനാധിപത്യ വിശ്വാസികളാണ്. RSSൻ്റെ ഈ സംഘപരിവാറിൻ്റെ നിലപാടുകൾക്കെതിരായിട്ടുള്ളവരാണ്. എന്താ അവരെ ഒന്നിച്ച് സമാഹരിക്കാൻ കഴിയാത്തത്? പാർട്ടികളുടെ സങ്കുചിത രാഷ്ട്രീയ താല്പര്യം വെച്ചുകൊണ്ട് അവരെ കമ്പാർട്ട്മെൻറ്റിലായി കൈവശപ്പെടുത്തി വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് മാത്രമാണ് അവർ ജയിക്കുന്നത്. അതുകൊണ്ട് രാജ്യം രക്ഷിക്കണോ ജനങ്ങളെ രക്ഷിക്കണോ, നമ്മൾ കുറച്ചുകൂടി വിട്ടുവീഴ്ച ചെയ്ത് ഒന്നിക്കണമെന്ന് ഈ രാഷ്ട്രീയ പാർട്ടികൾ ഒന്നിച്ച് ചിന്തിച്ചാൽ ഈ BJP അധികാരത്തിൽ നിന്ന് തൂത്തെറിയാൻ കഴിയും. മറ്റൊന്ന് EMS മന്ത്രിസഭയുടെ കാലത്താണ് ഇത്തരത്തിൽ മന്ത്രിസഭയിൽ നിന്ന് വിട്ടുനിൽക്കുന്ന അടക്കമുള്ള നടപടികൾ കൈക്കൊണ്ടിട്ടുള്ളത്. പലപ്പോഴും ഈ പറഞ്ഞതുപോലെ ഈ വെള്ളാപ്പള്ളിയൊക്കെ പറയുന്ന പോലെ ഒരു നനഞ്ഞ പടക്കമായി പോവും. പിണറായി വിജയനൊന്ന് കണ്ണുരുട്ടുമ്പോൾ പോകുന്നൊരു ഇതായിരുന്നു കണ്ട. പക്ഷേ ഇപ്പോഴത്തെ പ്രസ്താവന ഇപ്പം ബിനോയ് വിശ്വത്തിൻ്റെ ആയാലും D രാജയുടെ ആണെങ്കിലും പരിശോധിച്ചാൽ വളരെ ശക്തമായ രീതിയിൽ മുന്നോട്ട് പോവുകയാണ്. പക്ഷേ ഈ പറഞ്ഞതുപോലെ ദേശീയ വിദ്യാഭ്യാസ സെക്രട്ടറിയൊക്കെ പറയുന്ന കഴിഞ്ഞ വർഷമേ ഇത് സംബന്ധിച്ച് ധാരണയായിരുന്നുള്ളതാണ്. അപ്പോൾ ഈ ഇത്രയും വലിയൊരു പ്രബല കക്ഷി ഇതൊന്നും അറിയുന്നില്ല എന്ന് പറയുന്നത് ധാരണയൊന്നും ആയിട്ടില്ല. വിദ്യാഭ്യാസ വകുപ്പുകൾ തമ്മിലുള്ള ചർച്ചകളൊക്കെ നടത്തി തുടങ്ങിയിട്ടുണ്ടാവുമായിരിക്കും. പക്ഷെ ഒരു തീരുമാനം എടുക്കുമ്പോൾ ഇതുപോലെ നയപരമായൊരു പ്രശ്നത്തിലാണ് തീരുമാനം എടുക്കേണ്ടത് എന്നുള്ളത് കൊണ്ടാണല്ലോ മന്ത്രിസഭയിൽ ചർച്ചയ്ക്ക് വന്നത്. ഞങ്ങൾക്കതിൽ വിയോജിപ്പുണ്ട് എന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മന്ത്രിമാർ മന്ത്രിസഭയിൽ പറഞ്ഞപ്പോൾ അത് മാറ്റിവെക്കപ്പെട്ടത് കൊണ്ടാണല്ലോ. LDFിൽ നമുക്ക് ചർച്ച ചെയ്യാമെന്ന ചർച്ച അവിടെ ഉണ്ടായതാണല്ലോ. അതിൻ്റെ ഇടയിൽ ചെയ്തതാണ് ശുദ്ധ അസംബന്ധമായിട്ടുള്ള നടപടി, ചെയ്യാൻ പാടില്ലാത്തതാണ്. അതിന് സമാധാനം അവരാ പറയേണ്ടത്. അത് ഞങ്ങളെല്ലാം ഉത്തരവാദി. ഇതിപ്പോ ഇതിൽ നിന്ന് പിൻവാങ്ങാനൊന്നും കഴിയാത്ത വിധത്തിലുള്ള കുരുക്കിലേക്ക് അവര് പിൻവാങ്ങണം, അവരിത് പിൻവലിക്കണം. അവർ പിൻവലിച്ചുകൊണ്ടല്ലാതെ കേരളത്തെ ഈ BJPയുടെ കക്ഷത്ത് തലവെച്ച് കൊടുക്കുന്നൊരവസ്ഥയിലേക്ക് കൊണ്ടുപോകാൻ സമ്മതിക്കില്ല ഞങ്ങൾ. അത് ഈ നാട്ടുകാരും അതിനെതിരായിരിക്കും. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ്, അതോടൊപ്പം തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നുണ്ട്. താങ്കളുടെ നിഗമനത്തിൽ ആർക്ക് ഇത്തരത്തിൽ ഭരണത്തിലേക്ക് വരാൻ, അല്ലെങ്കിൽ അതിൻ്റെ ഒരു സാധ്യതകൾ ഒരു മുതിർന്ന നേതാവെന്ന്? അതിൽ എനിക്കൊരു സംശയമില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നല്ല ഭൂരിപക്ഷത്തോടുകൂടി പഞ്ചായത്ത് ലോക്കൽ ബോഡീസിൽ ജയിച്ചു വരും. നിയമസഭയിലും അത് തന്നെയാണ്. കാരണം എന്തെല്ലാം പ്രതിസന്ധികളുണ്ടായിട്ടും ഈ ജനങ്ങളെ വിശ്വാസത്തിലെടുത്ത് ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ഒന്നും കോട്ടം തട്ടാതെ അതൊക്കെ പരിഹരിച്ചിട്ടുണ്ട്. മറ്റൊന്ന്, വികസന പ്രവർത്തനങ്ങളിലും മറ്റേത് സംസ്ഥാനങ്ങളെക്കാൾ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. ഒറ്റപ്പെട്ട ചില ന്യൂനതകളൊക്കെ ചൂണ്ടിക്കാണിക്കാനും വിമർശിക്കാനൊക്കെ ഉണ്ടാവും. പക്ഷെ പൊതുവായി നോക്കിയാൽ ഇത്രയേറെ പുരോഗതി ഉണ്ടായിട്ടുള്ള വിവിധ മേഖലകളിൽ, വിദ്യാഭ്യാസ രംഗത്താവട്ടെ, ആരോഗ്യ മേഖലയിലാവട്ടെ, അതുപോലെ തന്നെ ക്രമസമാധാനത്തെ പ്രശ്നത്തെക്കുറിച്ചൊക്കെ ഒരുപാട് പറയാനുണ്ട്. എല്ലാറ്റിലും മികച്ച നിലപാട്. എല്ലാ ആശംസകളും. ഇത്രയും സമയം നമ്മളോടൊപ്പം. സന്തോഷം. നന്ദി.